വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുമ്മയ്ക്ക് ഇന്നൊരു ബ്രൈഡൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണി ആ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും വെല്ലുമ്മയും ഐഷും വെല്ലിച്ചനുണ്ടായിരുന്നു. നമ്മൾ നേരെ എന്നിട്ട് ബ്രൈഡിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അങ്ങനെ അധികം ലേറ്റ് ആവാൻ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വെല്ലിച്ചനും വെല്ലുമ്മയും ഇത് ബാഗൊക്കെ ആയിട്ട് മേക്കപ്പിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് പോവുകയാണ്. ഇതായിരുന്നു അവരുടെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു കാര്യം, എന്താ പറയുക, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ ബ്രൈഡിൻ്റെ റൂമിലെത്തി അവരുടെ ബെഡിൽ നമ്മുടെ മേക്കപ്പിൻ്റെ ബോക്സും ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ബ്രഷും ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വെല്ലുമ്മ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. ഇതാണ് ബ്രൈഡ്, ആളുടെ പേര് നിതിഷ എന്നാണ്. അങ്ങനെ വല്യമ്മ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഹെയർ നിന്നാണ് തുടങ്ങിയത്. ഹെയറിൽ നിന്ന് ട്രിം ചെയ്ത് അങ്ങനെ ഹെയറിൽ നിന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഹെയറൊക്കെ ഒന്ന് ക്രിംപ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഫേസ് മേക്കപ്പിലേക്കാണ് പോയത്. ആദ്യം തന്നെ ഒരു ക്രീം അപ്ലൈ ചെയ്തെടുത്തു, നമ്മുടെ ഫാൻ യൂസ് ചെയ്ത് ഉണക്കിയെടുത്തു. പിന്നെ അതിന് ശേഷം ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ലെൻസൊക്കെ വെച്ചു. അവസാനം ലെൻസ് വെച്ചപ്പോൾ ആളുടെ ഫേസ് ഇതാ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ശേഷം ബ്രൈഡിൻ്റെ അനിയത്തി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയും അതേപോലെ തന്നെ പഴവും കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഐഷു അത് കഴിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ അങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്തു. പിന്നെ ഐസ് മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ വലിയ ഓരോന്നോരോന്നായിട്ട് ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മയാണ് ആ ബാക്കിൽ വന്ന് നോക്കി നിൽക്കുന്നത്. പിന്നെ ആളുടെ അടുത്ത് കുറച്ച് നേരം ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം വലിയ ഐലാഷസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വെച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്നുണ്ടെങ്കിൽ ലിപ്പ് ലൈനിങ് ആയിരുന്നു. ലിപ്പൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് അതിന് ശേഷം ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന ഇതിലായിരുന്നു. ആളാണെങ്കിൽ ആദ്യം പറയുന്നുണ്ടായിരുന്നു ഓവർ മേക്കപ്പ് വേണ്ട, അധികം മേക്കപ്പൊന്നും താല്പര്യമില്ല, എനിക്ക് സിമ്പിളായിട്ടുള്ള ലുക്ക് മതി, അധികം ഇട്ടെന്ന് അങ്ങനെ തോന്നരുതെന്നൊക്കെ പറഞ്ഞ് വലിയമ്മ മാക്സിമം അധികം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. ചെയ്തു വന്നപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ കല്യാണപ്പെണ്ണ് നമ്മളെ ഒരുക്കിയിട്ട് ആളിതാ പുറത്തേക്ക് പോവാണ്. ഇനി ആളുടെ അനിയത്തിനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഹെയർ ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒരു മിനിമൽ മേക്കപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കാനുണ്ട്. ആളുടെ അനിയത്തിയാണത്. ആൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എലിമെൻ്റ് എടുത്ത് വന്നിട്ടാണുള്ളത്. നമ്മൾ ചെറുങ്ങനൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ ഫൗണ്ടേഷനും പിന്നെ കോമ്പാക്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ലിപ്പൊന്ന് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പൊട്ടുമൊക്കെ തൊട്ട് കൊടുത്തു. ആളെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. ബ്യൂട്ടീഷ്യൻ ഇതാണ് ബ്യൂട്ടീഷ്യന്റെ ഡോട്ടർ. ഡ്രൈവർ അതിനെല്ലാം വണ്ടി കയറ്റില്ലേ. സ്റ്റാൻഡോ വിളിച്ചോ നവോക്കും. നമ്മൾ പോകുമ്പോൾ ഇതാ കല്യാണ ചെക്കനും പിന്നെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ആ ഒരു ടൈം ആയിക്കുന്ന ഇറങ്ങുമ്പോൾ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ടൈമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ലവ് യു, ബൈ.